ഓക്കെ, 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന വൺ വേർഡ്സിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ആൻസർ പറയാം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ആര്? ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ. ഏകാന്തവാസ സന്യാസത്തിൻ്റെ പിതാവ് ആരാണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ അന്തോണീസ്. മൂന്നാമത്തെ ചോദ്യം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ് ഡാഷ്. എന്താണ് അതിൻ്റെ ഉത്തരം? കുടുംബം. ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത സ്ലീഹന്മാരിലൂടെ ആർക്കാണ് ഈശോ നൽകിയിരിക്കുന്നത്? ഉത്തരം മെത്രാന്മാർക്ക്. സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ച മാർപ്പാപ്പ ഏതാണ്? ആരാണ്? ഉത്തരം 11ാം പിയൂസ് മാർപ്പാപ്പ. ചങ്ങനാശ്ശേരി അതിരൂപത തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന മിഷന്റെ പേരെന്താണ്? ഉത്തരം തക്കല. സന്യാസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം ഏതാണ്? ഉത്തരം എന്താണ്? മിശിഹായെ അനുകരിക്കുക. വിശുദ്ധിയുടെ അളവുകോൽ എന്താണ്? സ്നേഹം. ആവശ്യക്കാരുടെ നേരെ കണ്ണടയ്ക്കുന്നത് നരകത്തിന് അർഹമാക്കുന്ന പാപമാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ ഈശോ പറഞ്ഞ ഉപമ ഏത്? ഏതാണ് ഉപമ? ധനവാന്റെയും ലാസറിന്റെയും ഉപമ. പരിസ്ഥിതിയുടെ മധ്യസ്ഥൻ ആരാണ്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് പറഞ്ഞ സ്ലീഹ ആരായിരുന്നു? യാക്കോബ് സ്ലീഹ. ഓരോ ക്രിസ്ത്യാനിയുടെയും ഒന്നാമത്തെ മിഷൻ പ്രവർത്തനം ഏതാണ്? ജീവിത സാക്ഷ്യം. സ്വന്തം ജീവിത സാക്ഷ്യം. മാർത്തോമാ സ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണ ഫലമായി രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാർത്തോമാ നസ്രാണികൾ. ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ് ഡാഷ്. കുടുംബം. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടന ഏതാണ്? ഏതാണ്? മിഷൻ ലീഗ്. അടുത്തത് നോക്കാം. പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി സഭ നൽകിയിരിക്കുന്ന വിശുദ്ധൻ നേരത്തെ പറഞ്ഞതാണ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന ആപ്തവാക്യം ഏത് ക്രൈസ്തവ സംഘടനയുടേതാണ്? ഏത് ക്രൈസ്തവ സംഘടനയുടേതാണ്? മിഷൻ ലീഗ്. അല്ല, സോറി കേട്ടോ, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്നുള്ളത് തിരുബാല സഖ്യം. സോറി. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മെത്രാന്മാർക്ക്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഒന്നാമത്തെ മിഷൻ പ്രവർത്തനം എന്താണ്? ജീവിത സാക്ഷ്യം. ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ്? കുടുംബം. ഇത്രയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആദ്യത്തെ 3 പേപ്പറിലെ.